ഒരു 100-300 ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇത്. എത്ര വർഷം നല്ല രീതിയിലായിരുന്നു. ഇപ്പൊ കുറെ കടകളും ഇതൊക്കെ വന്നതിന് ശേഷം ഈ പുഴയ്ക്ക് ഒരു രീതിയിലായത്. ഞങ്ങൾക്ക് എത്രയോ ആൾക്ക് ഒരുപാട് ഉപകാരമുള്ള, ഒരുപാട് ഈ അടുത്തുള്ള കുടുംബങ്ങൾക്കും പുറമെയുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ട് ഉപയോഗിക്കണ കടവാണിത്. പക്ഷെ ഇതിന്റെ രീതി ഇങ്ങനെ ആയ എന്താന്ന് അറിയില്ല. ഈ വാലില്ലാപ്പുഴ തടാകം ഈ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ആരോപിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ ജലം കേട് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സാധ്യതകളൊക്കെ കുറിച്ചാണ് നമ്മൾ നിരവധി അപേക്ഷകളും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. ഇന്നിപ്പോ ഏതൊരു വ്യക്തിക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ടെങ്കിൽ മനസ്സിലാവും, ഒരു ദാറ് രൂപത്തിൽ വെള്ളത്തിന്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കൈയും കാലും കഴുകാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് മോശമായിട്ടുണ്ട്. ഇത് പ്രദേശവാസികളായിട്ടുള്ള മുഴുവൻ കിണറിനെയും അത് ബാധിച്ച് അവരുടെ ശുദ്ധജലം അവര് കുടിത്തിന്റെ തീർത്തും അനാസ്ഥ എന്നുള്ളത് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പ്രദേശത്തുള്ള മുഴുവൻ അഴുക്ക് വെള്ളവും നേരിട്ട് വരുന്നത് ഈ പുഴയിലേക്കാണ്. അത് ഒഴുകിപ്പോകാനുള്ള സ്ഥാപിച്ചിട്ടുള്ള ഈ കനാല്, ആ കനാല് മണ്ണിടിഞ്ഞ് അത് തൂർന്ന് കിടന്നിട്ട് അതൊന്നും നന്നാക്കാൻ പോലും ഇവിടെ അങ്ങനെ ഒരു ഇറിഗേഷൻ കനാൽ ഇല്ല എന്നുള്ള രീതിയിലാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായത്. പിന്നീട് തീർച്ചയായിട്ടും ഇതിനെതിരെ ഈ പ്രദേശവാസികൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തണം.